പലതരത്തിലുള്ള സഹോദരി സഹോദര ബന്ധങ്ങളുണ്ട്. അത്തരം ചില ബന്ധങ്ങൾ ആ നിലക്ക് തന്നെ തുടരുമെങ്കിലും ചിലത് മാറി മറിയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന സഹോദരനും സഹോദരിയുമാണ് രേണുവും പ്രതീഷും. സോഷ്യൽ മീഡിയകളിൽ റീൽസായും വീഡിയോകളായും ആൽബങ്ങളായും രേണുവും പ്രതീഷും സഹോദര സഹോദരി ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അത് രേണു സുധി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നത് എന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ആളുകളല്ലേ, വെറുതെ വിടുമോ? ഇവർ തമ്മിൽ പ്രേമമാണെന്ന് വരെ പറഞ്ഞു വരുത്തി. ഒരിക്കലും അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതീഷ് എന്ന വ്യക്തി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ആരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. അല്ലറ ചില്ലറ വീഡിയോകളുമായി നടക്കുമ്പോഴാണത്രേ ഒരു ആൽബത്തിലേക്ക് വിളിക്കുന്നത്. അവിടെയാണ് പ്രതീഷിൻ്റെ ബുദ്ധി ഉണരുന്നത്. സോഷ്യൽ മീഡിയകളിൽ ഒന്നുമാവാത്ത തനിക്ക് നായികയായി വരുന്നത് രേണു സുധി. ആ ഒരു സംഭവത്തിൽ കയറി പിടിച്ചാൽ തനിക്ക് പച്ച പിടിക്കാമെന്ന് ശരിയായ കണക്കുകൂട്ടൽ തന്നെയാണ് പ്രതീഷിനെ സഹോദര ബന്ധത്തിലേക്ക് അടുപ്പിച്ചത്. ഈ ഒരു കോംബോ ക്രിയേറ്റ് ആൽബം എങ്ങനെയാണ് ക്രിയേറ്റ് ആയത്? അത് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ദിവസം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ വിളിച്ചായിരുന്നു. ജിമ്മി എന്ന് പറഞ്ഞ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ആൽബം ഉണ്ട്, പ്രതീക്ഷ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ചോദിച്ചു ആ ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പൊ എടുത്തൊക്കെ രേണു സുധിയാണ് കേട്ടോ നായിക അപ്പൊ അപ്പൊ ആ ശരി ഓക്കെ എന്ന് പറഞ്ഞ എന്തായാലും ട്രോള് വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ രേണു സുധി ആയതുകൊണ്ട് പ്രതീക്ഷ എന്തായാലും ട്രോള് വരും, എയറിലേക്ക് പോകും കേട്ടോ. അപ്പൊ തന്നെ ഞാൻ എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്, കാരണം ഡയറക്ടർ വിളിച്ചു പറഞ്ഞ ക്വസ്റ്റ്യൻ അതായിരുന്നു. അപ്പോഴേക്കും അതെ, ആ ട്രോള് തന്നെയല്ലേ പ്രതീക്ഷ നീ പ്രതീക്ഷിച്ചതും. അതിലൂടെ നിനക്കുള്ള വിജയം നീ മുന്നേ കണ്ടു. അതുകൊണ്ട് തന്നെയല്ലേ പിന്നീടുണ്ടായ പല കോമാളിത്തരങ്ങളെയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതും അത്തരം വീഡിയോകൾ പുറത്തുവിട്ടതും. രേണുവിൽ നിന്ന് അല്ലെങ്കിൽ രേണുവിൻ്റെ കൂടെ കൂടി എത്രത്തോളം ഊറ്റിയെടുക്കാൻ കഴിയും അത്രയും നീ ഊറ്റിയെടുത്തേ രേണുവിനെ ഉപേക്ഷിക്കൂ. ഇല്ലെങ്കിലും ഈവൻ പ്രതീക്ഷയും അത്യാവശ്യം ട്രോളും അല്ലെങ്കിൽ ക്രിറ്റിസിസവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോ അതിന്റെ ആ ഒരു നിങ്ങളായിട്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇതാണോ ഇങ്ങനെയാണോ ഇവിടുത്തെ രീതി? രണ്ട് വ്യക്തികൾ തമ്മിൽ ട്രോള് വരുമ്പോൾ അവിടെ പ്രണയം ഒരുപാട് ടോക്സ് വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചേച്ചീനെ ചേച്ചിയായിട്ടാണ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിപ്പോ അന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോഴും ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും എല്ലാം എന്റെ മനസ്സിലാണ്. പക്ഷെ കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ പലതരത്തിലുള്ള ചെന്ത് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും പോയിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരിക്കലും പറ്റില്ല. A to Z ആൾക്കാർക്ക് ഇങ്ങനെ ഇത് എന്റെ ചേച്ചിയാണ് കേട്ടോ, ഇതെന്റെ ചേച്ചിയാണ് കേട്ടോ, ഇത് നമുക്ക് സഹിക്കാതാണ്. അപ്പൊ കാണുന്ന ആൾക്കാർ പല രീതിയും കണ്ടോട്ടെ, നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി എന്നാണ് നമുക്ക്. നമ്മുടെ ഫാമിലിക്കും ആ കാര്യം അറിയാം. അതുകൊണ്ടാണ് ഫാമിലി അത്രമാത്രം സപ്പോർട്ട്. ഇത്രയും ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ 100-ൽ ഒരു 10% ആൾക്കാരെ കൂടി ഇല്ല. അത്രയും ചേച്ചിയായും അമ്മയായും അമ്മൂമ്മയായും കണ്ടവരെ പിന്നീട് കൂടെ കൂട്ടിയവരൊക്കെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് പ്രതീക്ഷയെ. അതുകൊണ്ട് ചേച്ചി എന്ന ലേബലിൽ മാത്രം നീ രേണുവിനെ കാണരുത്, പറഞ്ഞു വെക്കരുത്. നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ ഒരാൾ നായകനും മറ്റേയാൾ നായികയും, അത്രയും പരസ്യം മതി അതിന്. ശേഷം നിങ്ങൾ അമ്മയും മകനുമോ സഹോദരി സഹോദരന്മാരോ ആരായാലും ആയിക്കോ, പക്ഷെ അത് വിളിച്ചു പറഞ്ഞ് രംഗം വഷളാക്കുന്നതാണ് പ്രശ്നം. ജനം തെറ്റിദ്ധരിക്കും. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രണയത്തിലാണെന്ന് വരെ പറഞ്ഞു വെക്കും. എന്നാൽ അത്രയും കടന്നൊരു തീരുമാനത്തിലേക്ക് പ്രതീക്ഷയും രേണുവും കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഇവരുടെ വളർച്ചയിൽ അസൂയ തോന്നി പറയുന്നതാണ്. മാനസികമായി ഇവരെ തളർത്താൻ വേണ്ടിയും കൂടി ആവാം. ഇതെൻ്റെ ചേച്ചിയാണെന്ന് ഇടയ്ക്ക് പറയാൻ കഴിയില്ല എന്നാണ് പ്രതീക്ഷ പറയുന്നത്. എന്നാൽ പ്രതീക്ഷ തൻ്റെ സഹോദരനാണെന്ന് രേണു ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുന്നത് അത് എന്തിനാണെന്ന് പ്രതീക്ഷ പറയുന്നില്ല. നിങ്ങൾ എങ്ങനെ ഇരുന്നാലും അത് നിങ്ങൾക്കേ അറിയൂ. പുറത്തുള്ള ജനങ്ങളുടെ കമൻറ്റുകളും പലതരത്തിൽ ചേർത്തുള്ള സംസാരങ്ങളും ഒരളവിൽ കൂടുതലായാൽ ഏതു കുടുംബവും ഒന്നുലയാം. അത്തരം സംഭവങ്ങളെല്ലാം നമുക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ബന്ധങ്ങൾ വഷളാവാൻ അത് മതി. ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണയാവാം ചിലപ്പോൾ ഇത്തരം ബന്ധങ്ങൾ അവസാനിക്കാൻ കാരണമാകുന്നത്. അവിടെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങൾക്കും ഉണ്ട് ചേട്ടനും അനിയത്തിയൊക്കെ. ഓക്കെ, ഞങ്ങളിങ്ങനെ നാട്ടുകാരെ കാണിച്ചിട്ട് ഫുഡ് കൊടുത്തോണ്ട് നടക്കുകയൊന്നുമല്ല. അതേപോലെ ഇവര് ആർട്ടിസ്റ്റുകളാണ്, അതേപോലെ ബ്രദർ സിസ്റ്റർ ആണ്. അപ്പൊ ഒരു ലിപ് ലോക്ക് സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് സിനിമയിലാണെന്ന് വെക്കാം. ആൽബത്തിന്റെ ഇതിന്റെ ആൽബം എന്നൊക്കെ പറഞ്ഞ ഒരു മിനി ഫീൽഡാണ്. കലയാണ്, അഭിനയം എല്ലാം സംഭവിച്ചു എല്ലാം ആണ്. ഞാൻ പറഞ്ഞ മൂവി ആക്ഷൻ കട്ട് അതോടെ കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ആൽബത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആലോചിക്കും.
മൂവി ആലോചിക്കുന്നവര് പേ ചെയ്യുന്നില്ലേ? അങ്ങനെയല്ല നമ്മ ആൽബം മൂവി എന്നുള്ള ഒരുപാട് വ്യത്യാസമില്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു കലാകാരൻ ഇപ്പൊ നാടകത്തിലാണെങ്കിലും പുള്ളി അഭിനയിക്കുന്നു, ഈവൻ ഒരു 30 സെക്കൻഡ് റീലിലാണെങ്കിലും നാടകത്തിൽ ലിപ്ലോസിംഗ് ഉണ്ടോ? കഥാപാത്രങ്ങൾ കാണുമായിരിക്കും. അല്ല, പണ്ട് ഡീപ്പിലുള്ള കാര്യം. ഡീപ്പിൽ ഇപ്പൊ നാടകത്തില് ലിപ്ലോക്ക് ഉണ്ടെന്നല്ല ഞാൻ പറയാം. നാടകത്തിലാണെങ്കിൽ ഇന്റിമേറ്റ് സീൻസ്. ലിപ് ലോക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എന്തിനാണ് പ്രതീക്ഷ ഉരുളുന്നത്? പറ്റുമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് പറയണം. അഭിനയമല്ലേ, അതിലെന്താണ് ഇത്ര ഉരുളാൻ? എന്തായാലും രേണു അതിന് ശരിയായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ചോറ് വാരി കൊടുക്കാനും വാരി തന്നത് കഴിക്കാനും ആലോചിക്കാത്ത പ്രതീക്ഷാണ് ഇതിനുള്ള ഉത്തരത്തിനായി ഉരുണ്ടുമറിയുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഇതൊക്കെ രേണുവിനെ കണ്ട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂട്ടിയ പ്രതീഷിന് രേണുവിൻ്റെ മാർക്കറ്റ് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പ്രതീഷിന് അടുത്ത ആൾ. രേണു ഒരു ഗാനം പാടിയത് കേട്ടു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അഭിനയത്തെ കമ്പയർ ചെയ്ത് നോക്കിയാൽ പാട്ട് പാടാനുള്ള കഴിവാണ് രേണുവിനുള്ളത്. അഭിനയം ഇപ്പോഴത്തെ നെഗറ്റീവ് കമൻറ്റുകളുടെ ഫലത്തിലാണ് എയറിൽ നിൽക്കുന്നത്. പ്രൊഫഷണലായി പാട്ട് രേണു പഠിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കുറവ് മാറ്റിവെച്ചാൽ ഗാനം നന്നായിട്ടുണ്ടായിരുന്നു. അഭിനയം രേണു തന്നെ കണ്ട് സ്വയം വിശകലനം നടത്തേണ്ട സമയമായി. ഇത് രേണുവിനെ ഏതെങ്കിലും വിധത്തിൽ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പറയുന്നതല്ല. എല്ലാവർക്കും പല പല കഴിവുകളാണല്ലോ ദൈവം നൽകിയിരിക്കുന്നത്. ആ കഴിവ് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിക്കലാണ് നല്ല രീതി. കുഞ്ചാക്കോ ബോബൻ ശാലിനി ജോഡി എവിടെ കിടക്കുന്നു? മത്തൻ നട്ടാൽ ഒരിക്കലും കുമ്പളം മുളയ്ക്കില്ല.